ഹായ് ഓൾ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് SRMൻ്റെ ടോർക്ക് ഇക്വേഷനും ക്യാരക്ടറിസ്റ്റിക്സുമാണ്. അപ്പം സ്വിച്ച്ഡ് റിലക്റ്റൻസ് മോട്ടോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സിംഗിൾ ഫേസിലോ 3 ഫേസിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ DC ആണ് ഇൻപുട്സ് കൊടുക്കുന്നതെങ്കിൽ SRMനെ സ്വിച്ച് ചെയ്യുമ്പം എങ്ങനെ വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞിരുന്നു. ലാസ്റ്റ് ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് അതിനെ ഓർമ്മയുണ്ടാവും. അപ്പം നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു റോട്ടർ ഷാഫ്റ്റിൽ ഒരു റോട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. റോട്ടറിന് കുറച്ച് ടീത്തൊക്കെ കാണും. നമ്മൾ പറഞ്ഞു റോട്ടറിൻ്റെ ടീത്തും സ്റ്റേറ്ററിൻ്റെ പോൾസും തമ്മിൽ ഒരിക്കലും ഈക്വൽ നമ്പർ ആവാൻ പാടില്ല. സോ ഇതാണ് സ്റ്റേറ്ററിൻ്റെ ഫ്രെയിമെങ്കിൽ ഈ സ്റ്റേറ്ററിൻ്റെ ഫ്രെയിമിൽ കുറേ സ്റ്റേറ്റർ പോൾസ് കാണും. സ്റ്റേറ്റർ പോൾസിൻ്റെ എണ്ണവും ഈവൻ നമ്പർ ആയിരിക്കും, പക്ഷേ ഒരിക്കലും എന്താവാൻ പാടില്ല, ഈക്വൽ ടു ആരാവാൻ പാടില്ല, റോട്ടറിൻ്റെ ടൂത്തിൻ്റെ എണ്ണത്തിന് ഈക്വൽ ആവാൻ പാടില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. ദെൻ നമ്മൾ ചെയ്യുന്നത് ഓരോ സ്റ്റേറ്ററിൻ്റെ വൈൻഡിങ്സിൻ്റെയും എത്ര ഫേസ് വേണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഡിസൈൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പോൾസ് സെലക്ട് ചെയ്യുക, സ്റ്റേറ്റർ സെലക്ട് ചെയ്യുക, നമ്പർ ഓഫ് ടീത്ത്സ് സെലക്ട് ചെയ്യുക റോട്ടറിൻ്റെ. അപ്പോൾ അതിനനുസരിച്ച് പല പല കോൺഫിഗറേഷൻസും പല സ്പീഡും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി ഒരു കണ്ടോ 1 2 3 4 5 6 പോൾസ് എന്ന് പറയുന്ന സ്റ്റേറ്ററും 4 ടീത്തുള്ള റോട്ടറുമാണ് കാണിച്ചിരിക്കുന്നത്. സോ ഫേസ് മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഇതിനകത്തുണ്ടാവും. ഇങ്ങനെ പോൾസ് സപ്ലൈ കൊടുക്കുമ്പോൾ അതിനകത്ത് പോൾസ് ഉണ്ടാവും. ഈ പോൾ ഉണ്ടാവുന്നതിനനുസരിച്ച് ഇവിടെ റോട്ടറിൽ ഇൻഡ്യൂസ് EMF ഉണ്ടാവുകയും റോട്ടർ എന്ത് ചെയ്യും, ഒരു അൺഅലൈൻഡ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു രണ്ടുപേരും മിനിമം റിലക്റ്റൻസിൽ ഇരിക്കുന്നതല്ല, എയർ ഗ്യാപ്പ് കൂടിയ ഒരു പൊസിഷനിലാണ് നമ്മൾ സ്റ്റേറ്ററിനെ സ്വിച്ച് ചെയ്യുന്നത്. അങ്ങനെ സ്വിച്ച് ചെയ്യുന്ന ടൈമിൽ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഏറ്റവും അടുത്തിരിക്കുന്ന സ്റ്റേറ്റർ പോൾ ഏതാണ്, ഇപ്പോൾ ഇത് സൗത്തും ഇത് നോർത്തുമായിട്ടിരിക്കുവാണെങ്കിൽ ഇതിനെന്ത് ചെയ്യും, ഇങ്ങോട്ട് വലിക്കും. അങ്ങനെ അട്രാക്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അങ്ങനെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ നോർത്ത് ആൻഡ് സൗത്ത് പോൾ അടുത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കും, ഇവർ തമ്മിലുള്ള എയർ ഗ്യാപ്പ് എന്ത് ചെയ്യും, കുറയും. എയർ ഗ്യാപ്പ് കുറയുമ്പം ഇൻഡക്റ്റൻസ് എന്ന് പറയുന്ന എഫക്റ്റ് എന്ത് ചെയ്യും, റിലക്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ മാക്സിമം ഇൻഡക്റ്റൻസ്, മാക്സിമം ഫ്ലക്സ് അവിടെ കാര്യം. എയർ ഗ്യാപ്പ് കൂടിയിരിക്കുമ്പം ഫ്ലക്സിൻ്റെ അളവ് എമൗണ്ട് തീരെ കുറവായിരിക്കും. എമൗണ്ട് കുറയുന്നതനുസരിച്ച് ഇൻഡക്റ്റൻസ് കുറവായിരിക്കും. പക്ഷേ റിലക്റ്റൻസ് വെരി ഹൈ ആണ്, അതുകൊണ്ടാണല്ലോ ഫ്ലക്സ് കുറയുന്നത്. അപ്പം ഫ്ലക്സ് കൂടിയെടുത്ത് നിന്നും ഫ്ലക്സ് കുറഞ്ഞെടുത്ത് നിന്നും ഫ്ലക്സ് കൂടിയെടുത്തേക്ക്, അല്ലെങ്കിൽ റിലക്റ്റൻസ് കൂടിയെടുത്ത് നിന്നും റിലക്റ്റൻസ് കുറഞ്ഞെടുത്തേക്ക് മോട്ടർ മൂവ് ചെയ്യുകയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെയാണ് എൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഗ്രാഫ് നോക്കുക. സൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലക്സിനെയാണ്. സൈ വേഴ്സസ് ഐ ആണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നിന്ന് ക്ലിയർ ആണ് ഒരു അലൈൻഡ് ആയിട്ടുള്ള പൊസിഷൻ. അലൈൻഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റർ ആൻഡ് റോട്ടർ മാഗ്നറ്റിക്കലി ലോക്കായി, നോർത്ത് ആൻഡ് സൗത്ത് പോള് അട്രാക്റ്റായി, മിനിമം റിലക്റ്റൻസിലിരിക്കുക മീൻസ് മാക്സിമം ഫ്ലക്സ് ആയിരിക്കും. മാക്സിമം ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കണ്ടോ ഇവിടം വരെയാണ് വരുന്നത്. ഐയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഫ്ലക്സ് പെട്ടെന്ന് കൂടി വരികയാണ്. പക്ഷേ ഐ ഇനി എത്ര കൂട്ടിയാലും ഫ്ലക്സ് ഇനിയും കൂടാൻ പറ്റില്ല. അതാണ് അതിൻ്റെ സാച്ചുറേഷൻ എന്ന് പറയുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞു അത്രയും ഫ്ലക്സ് വരെ നമുക്ക് തരാൻ പറ്റുള്ളൂ. ദെൻ അടുത്ത് ഇവിടെ കണ്ടോ അൺഅലൈൻഡ് പൊസിഷനിൽ ഫ്ലക്സിനനുസരിച്ച് കറണ്ടിനനുസരിച്ച് ഫ്ലക്സ് ലീനിയറായിട്ടാണ് വേരി ചെയ്യുന്നത്. അപ്പം ലീനിയറായിട്ട് വേരി ചെയ്യുന്ന പറഞ്ഞാൽ ചെറിയ വേരിയേഷൻ ഫ്ലക്സിനുണ്ടാകുന്നുള്ളൂ. അലൈൻഡൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഫ്ലക്സിൻ്റെ അളവ് തീരെ കുറവാണ്. അൺഅലൈൻഡ് മീൻസ് എയർ ഗ്യാപ്പ് കൂടിയിരിക്കുമ്പം ഫ്ലക്സിൻ്റെ അളവ് തീരെ കുറവാണ്. ഓക്കെ, ദെൻ തീറ്റ വേഴ്സസ് ഐയും ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റൊട്ടേഷൻ. അപ്പം ഇനി നമുക്ക് വേണ്ടത് ടോർക്ക് ഇക്വേഷൻ ആണ്. ടോർക്ക് ഇക്വേഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ നോക്കാം. അപ്പം നമുക്ക് എപ്പോഴും അറിയാം, മെയിനായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം ടോർക്ക് എന്ന് പറയുന്നത് പവർ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ N ആണ്, സ്പീഡ്. അല്ലെങ്കിൽ നമ്മളിവിടെ ആംഗുലാർ സ്പീഡാണ് സംസാരിക്കുന്നത്. സോ P ഔട്ട്പുട്ട് ബൈ ഒമേഗ ആയിരിക്കും T ഔട്ട് എന്ന് പറയുന്നത്. ടോർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പവർ ഡെവലപ്ഡ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് റൊട്ടേഷൻ ആണ്. സോ നമുക്ക് ഔട്ട്പുട്ട് പവറാണ് ഡിറൈവ് ചെയ്യേണ്ടത്. ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇൻപുട്ട് പവർ മൈനസ് ലോസസ് ആണ്. അപ്പോൾ ഇവിടെ എനർജി കുറച്ച് സ്റ്റോർ ആവുകയും അങ്ങനെ കുറേ ലോസസ് വരും ഇലക്ട്രോമാഗ്നറ്റിക് സർക്യൂട്ടിൽ. അപ്പോൾ നമുക്ക് വേണ്ടത് ആദ്യം ഔട്ട്പുട്ട് പവർ വേണം. ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ PI മൈനസ് ലോസസ് ആണ്. സോ ഇൻപുട്ട് പവറിൻ്റെ ഇക്വേഷനും ലോസസിൻ്റെ ഇക്വേഷനും കണ്ടുപിടിക്കുക, ഔട്ട്പുട്ട് പവർ കണ്ടുപിടിക്കുക, വിച്ച് ഈസ് ഡിവൈഡഡ് ബൈ ഒമേഗ. അതിനാണ് നമുക്ക് ടോർക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ആ ഇക്വേഷൻ്റെ ഈ പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് ക്യാര എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പം ഡെവലപ്പ് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത് എന്തിനൊക്കെ അനുസരിച്ചിരിക്കണം,
ഇങ്ങനെയൊക്കെ ഇൻക്രീസ് ചെയ്യാം. അലൈൻഡ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ നോർത്തും സൗത്തും അല്ലെങ്കിൽ പോളും ടീത്തും അടുത്തടുത്ത് വരുമ്പോൾ ഉള്ളത് ആസ് ലാർജ് ആസ് പോസിബിൾ. റെഡ്യൂസിങ് അലൈൻഡ് എയർ ഗ്യാപ്പ് ലെങ്ത് കുറച്ചാൽ എന്ത് വരും? ഇൻഡക്റ്റൻസ് കൂടും. അതുപോലെ അൺഅലൈൻഡ് ഇൻഡക്റ്റൻസ് മീൻസ് എയർ ഗ്യാപ്പ് കൂടിയിരിക്കുന്ന സമയത്ത് എന്താ അൺഅലൈൻഡ് ഇൻഡക്റ്റൻസ് ആസ് സ്മോൾ ആസ് പോസിബിൾ കുറച്ച് വയ്ക്കണം. ഓപ്പറേറ്റ് ദ മാഗ്നറ്റിക് സർക്യൂട്ട് അറ്റ് ഹൈലി സാച്ചുറേറ്റഡ് കണ്ടീഷൻ. സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് എത്തുന്ന ഒരു കണ്ടീഷനാണ്. അപ്പം ടോർക്ക് ഇക്വേഷൻ്റെ ഇത് നോക്കാം നമുക്ക് ഡെറിവേഷൻ എങ്ങനെയാണെന്ന്. അപ്പം ഫാരഡേസ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ച് ആൻഡ് ഇ എം എഫ് ഇൻഡ്യൂസ് ഇ എം എഫ് ഇൻ ദ ഫാരഡേസ് ലോ ഇ ഈസ് പ്രൊപ്പോർഷണൽ ടു d∅dt ഫ്ലക്സ് ചേഞ്ച് പെർ ടൈം. അതിന് പ്രൊപ്പോർഷണലാണ് എന്ത്? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. സോ ബൈ ലെൻസസ് ലോ ഇറ്റ് ഈസ് ഒപ്പോസിങ് ദ കോസ്, ദറ്റ് ഈസ് ഈസിക്കൽ ടു മൈനസ് d∅dt മൈനസ് എൻ d∅dt. അപ്പോൾ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതേണ്ടത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് ഇ എസ് മൈനസ് ഡി, ഇവിടെ സൈ എന്നാണ് നമ്മൾ ഫ്ലക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ d∅dt. ഇവിടെ സൈ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ഐ ആൻഡ് തീറ്റ. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഐ എന്ന് പറയുന്നത് കറണ്ട് ഫ്ലോ ആണ്. അപ്പം എപ്പോഴും നമുക്കറിയാവുന്ന കാര്യമാണ് ഫ്ലക്സ് ഇസ് പ്രൊപ്പോർഷൻ, അല്ലെങ്കിൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? എന്തിൻ്റെ ഫംഗ്ഷനാണ്? ഐ ആൻഡ് തീറ്റയുടെ ഫംഗ്ഷനാണ്. കറണ്ട് എത്ര പോകുന്നു, എത്ര ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നു എന്നാണ്. സോ ഇ ഇസ് മൈനസ് d∅dt. സൈ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഐ ആൻഡ് തീറ്റ. അപ്പം ഫ്ലക്സ് ലിങ്കേജ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് കറണ്ട് ആൻഡ് റോട്ടർ ആംഗിൾ. അപ്പോൾ നമുക്ക് d∅dt ആണ് വേണ്ടത്. അപ്പം ഇ ഇസ് മൈനസ് d∅dt. ദെൻ d∅dt നമുക്ക് എങ്ങനെ എഴുതാം? ഐയുടെയും തീറ്റയുടെയും ഫംഗ്ഷൻ ആണല്ലോ. സോ നമുക്ക് എന്താ എഴുതാം? എങ്ങനെ? ഫ്ലക്സ് എന്ന് പറയുന്നത് L×I. നമ്മൾ ഇക്വേഷൻസ് പഠിക്കുമ്പോഴേ ഇ ഈസ് ഈക്വൽ ടു എൻ d∅dt എന്നാണ് നമ്മൾ ഈക്വൽ മൈനസ് എൻ d∅dt എന്നാണ് ബൈ ഫാരഡേ ആൻഡ് ലെൻസസ് ലോ അനുസരിച്ച് ഇൻഡ്യൂസ് ഇ എം എഫിനെ എഴുതുന്നത്. സോ n∅ എന്ന് പറയുന്നത് ഇത് നമ്പർ ഓഫ് ടേൺസ് ആണ്, അല്ലെങ്കിൽ ഇത് ഫ്ലക്സുമാണ്. അപ്പോൾ ഫ്ലക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? L×I ആണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഫ്ലക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു L×I ആണ്. ഇൻഡക്റ്റൻസ് ഇൻറ്റു കറണ്ട് ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? ഫ്ലക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു d∅dt. സോ d∅ അല്ലെങ്കിൽ d∅ എന്ന് പറയുന്ന ഫ്ലക്സിനെ എന്തെഴുതാം? L×di/dt പ്ലസ് I×dl/dt. ക്ലിയർ ആവുന്നുണ്ടോ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. d∅dt is L×di/dt പ്ലസ് I×dl/dt. ക്ലിയർ ആണോ? ഫ്ലക്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ്, ഇങ്ങനെ എഴുതി വയ്ക്കുക നിങ്ങൾ. ഫ്ലക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു L×I. ഫ്ലക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു L×I. സോ d∅dt എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കും? L×di/dt പ്ലസ് I×dl/dt. സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ dl/dt ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും d∅ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ നമുക്ക് കിട്ടുന്നത് L×di/dt ഓക്കെ പ്ലസ് I×dl/dtക്ക് പകരം dl/d∅ നമുക്കറിയാം ഇത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ d∅dt ഈസ് ആംഗുലർ വെലോസിറ്റി. സോ d∅dt-നെ ആംഗുലർ വെലോസിറ്റി കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എന്ത് കിട്ടും? L×di/dt അതുപോലെ തന്നെ എഴുതി. ദെൻ I/d∅dt-നെ എന്തെഴുതും? I×ω എന്ന് എഴുതും. സോ I×ω×dl/d∅. ഇവിടെ ഒമേഗ ഇസ് ആംഗുലർ വെലോസിറ്റി ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ്. L ഇസ് ഇൻക്രിമെൻ്റൽ ഇൻഡക്റ്റൻസ്. സ്ലോപ്പ് ഓഫ് മാഗ്നറ്റൈസേഷൻ കർവാണ് ഇൻക്രിമെൻ്റൽ ഇൻഡക്റ്റൻസ്. ദെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ എം എഫ് എന്ന് പറയുന്നത്, ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് വരുമല്ലോ, അതുകൊണ്ടാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ എം എഫ് എന്ന് പറയുന്നത് ഈസിക്കൽ ടു L×di/dt പ്ലസ് ω/I×dl/d∅ എന്ന് എഴുതിയിരിക്കുന്നത്. സോ പവർ ഡെവലപ്ഡ് എന്താ? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് നമുക്ക് കിട്ടി. റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്ന് പറയുന്നത് നമ്മൾ ബൈ ഫാരഡേസ് ആൻഡ് ലെൻസസ് ലോ ഈസ് ഈക്വൽ ടു മൈനസ് എൻ d∅dt ആണ്. സോ ഡയറക്ഷൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല, ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യുമ്പം ഈസ് ഈക്വൽ ടു L×di/dt പ്ലസ് ω/I×dl/d∅ എന്ന് കിട്ടും. അപ്പോൾ ഇ എം എഫ് കിട്ടിയാൽ പവർ ഡെവലപ്ഡ് എന്തുവാ? ഇ എം എഫ് ഇൻറ്റു ഐ അല്ലേ? V×I അല്ലേ? വോൾട്ടേജ് ഇ ആണ്, കറണ്ട് ഇസ് ഐ. സോ പവർ ഡെവലപ്ഡ് ഈസ് E×I. സോ ഐ കൊണ്ട് നിങ്ങൾ റൈറ്റ് ഹാൻഡ് സൈഡിനെ മൾട്ടിപ്ലൈ ചെയ്യുക.
സോ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ടു ഐ വരുമ്പോൾ എൽ ഐ ഡി ഐ ബൈ ഡി ടി പ്ലസ് ഒമേഗ ഐ ആയിരുന്നു ഒമേഗ ഐ സ്ക്വയർ ഡി എൽ ബൈ ഡി തീറ്റ. സോ പവർ റിസീവ്ഡ് ഫ്രം സപ്ലൈ എന്ന് പറയുന്നത് എന്താ? പവർ റിസീവ്ഡ് ഫ്രം ദ സപ്ലൈ, അതായത് സ്റ്റേറ്ററിൽ സപ്ലൈ കൊടുത്ത് റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് കാരണം ഉണ്ടാകുന്ന കറണ്ട് ഐ. സോ ഇ ഇൻറ്റു ഐ ഇസ് പവർ ഫ്രം ദ സപ്ലൈ, റോട്ടറിന് കിട്ടുന്ന സപ്ലൈ. ദാറ്റ് ഇസ് ഇ ഐ എന്ന് പറയുന്നത് എൽ ഐ ഡി ഐ ബൈ ഡി ടി പ്ലസ് ഒമേഗ ഐ സ്ക്വയർ ഡി എൽ ബൈ ഡി തീറ്റ. ഇനി നമുക്ക് വേണ്ടത്, ഇപ്പം നമുക്ക് ഇൻപുട്ട് ചെയ്ത പവറാണ് കിട്ടിയത്. ഇനി കുറച്ച് ലോസസും എനർജി ഇൻഡക്റ്റീവ് എലമെൻറ്റ്സ് വരുമ്പോൾ എനർജി സ്റ്റോർ ചെയ്യും മാഗ്നറ്റിക് ഫീൽഡിൽ. അപ്പം അവിടെ സ്റ്റോർ ചെയ്യുന്ന എനർജി കഴിഞ്ഞിട്ട് ബാക്കി ഔട്ട്പുട്ട് എന്താണെന്നാണ് അറിയേണ്ടത്. അപ്പോൾ സ്റ്റോർഡ് എനർജി എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ സ്റ്റോർഡ് എനർജി എന്ന് പറയുന്നത് എന്താ? ഡബ്ല്യു ഇ എസ് ഹാഫ് എൽ ഐ സ്ക്വയർ, എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ സ്റ്റോർഡ് എനർജി എന്ന് പറയുന്നത് ഹാഫ് എൽ ഐ സ്ക്വയർ ആണ്. സോ നമുക്ക് പവർ വേണ്ടായോ? പവർ ഡ്യൂ ടു വേരിയേഷൻ, അപ്പം എനർജിയാണിത്. ഏത്? ഡബ്ല്യു ഇ എന്ന് പറഞ്ഞാൽ എനർജി സ്റ്റോർഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഹാഫ് എൽ ഐ സ്ക്വയർ. നമുക്ക് വേണ്ടുന്നത് പവർ അല്ലയോ? അപ്പം അവിടെ യൂസ് ചെയ്ത അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത പവറാണ് നമുക്ക് വേണ്ടത്. അപ്പം എനർജി എന്ന് പറയുന്നത് ഡബ്ല്യു ഇ, സ്റ്റോർഡ് എനർജി ഈസ് ഡബ്ല്യു ഇ. നമുക്കറിയാം എനർജി ബൈ ടൈം അല്ലയോ പവർ. സോ ഡി ഡബ്ല്യു ഇ ബൈ ഡി ടി ചെയ്യുന്നു. ഡബ്ല്യു ഇ എന്ന് പറയുന്നത് എനർജിയാണ്. സോ എനർജി ബൈ ടൈം ചെയ്യുമ്പോഴാണ് നമുക്ക് പവർ ഡ്യൂ ടു വേരിയേഷൻ ഓഫ് ഫീൽഡിൻ്റെ വേരിയേഷൻ കൊണ്ടാകുന്ന പവർ. സോ നമ്മൾ എന്ത് ചെയ്യും? എനർജി സ്റ്റോർഡിൻ്റെ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ ഹാഫ് എൽ ഐ സ്ക്വയറിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. നിങ്ങൾ ഹാഫ് എൽ ഐ സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഹാഫ് ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എൽ ഐ സ്ക്വയർ, ഹാഫ് ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എൽ ഐ സ്ക്വയർ. സോ ഇതിനെന്താ, എങ്ങനെ വരും? ഹാഫ് നമുക്ക് കോമൺ എടുക്കാം, എൽ കോമൺ എടുക്കുക, ഡി ഐ സ്ക്വയർ ബൈ ഡി ടി പ്ലസ് ഐ സ്ക്വയർ ഇൻറ്റു ഡി എൽ ബൈ ഡി ടി. ചെയ്ത് നോക്കാം നിങ്ങൾ ബുക്കിൽ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഹാഫിനെ നമ്മൾ എടുത്തു. അപ്പം ഫസ്റ്റ് എൽ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്ന ടേമാണ്. സോ എൽ ഇൻറ്റു ഐ സ്ക്വയറിന് എന്താ വരും? 2 ഇൻറ്റു ഐ ഡി ഐ ബൈ ഡി ടി. ഐ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ് 2i ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ദെൻ ഹാഫ് ഐ സ്ക്വയർ കോമൺ എടുക്കുക, എന്ത് മാത്രമേ ഉള്ളൂ? ഡി എൽ ബൈ ഡി ടി. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 2ഉം 2ഉം കട്ടായി പോവും. എൽ ഐ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി പ്ലസ് ഹാഫ് ഇൻറ്റു ഐ സ്ക്വയർ ഇൻറ്റു ഡി എൽ ബൈ ഡി ടി. ഡി എൽ ബൈ ഡി ടിനെ നമുക്ക് എന്തെഴുതാം? ഡി എൽ ബൈ ഡി തീറ്റ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി എന്ന് എഴുതാം. അഗെയിൻ ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗയാണെന്നറിയാം, നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ എൽ ഐ ഡി ഐ ബൈ ഡി ടി പ്ലസ് ഹാഫ് ഇൻറ്റു ഇവിടെ ഐ സ്ക്വയർ ഉണ്ട് ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി ഈസ് ഒമേഗ ഡി എൽ ബൈ ഡി തീറ്റ. സോ നമുക്കിനി മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ആണ് വേണ്ടത്. മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? പവർ ഫ്രം ദ സപ്ലൈ മൈനസ് പവർ ഡ്യൂ ടു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. പവർ ഡ്യൂ ടു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്, പവർ റിസീവ്ഡ് ഫ്രം ദ സപ്ലൈ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് പവർ അല്ലെങ്കിൽ ഡെവലപ്ഡ് പവർ കിട്ടും. അപ്പം എൽ ഡി ഐ ബൈ ഡി ടിയും എൽ ഐ ഡി ഐ ബൈ ഡി ടിയും എൽ ഐ ഡി ഐ ബൈ ഡി ടിയും ക്യാൻസലായി പോവും. ഇവിടെ ഇത് രണ്ടും ക്യാൻസലായി പോവും. ദെൻ ബാക്കിയുള്ളത് ഒമേഗ ഐ സ്ക്വയർ ഡി എൽ ബൈ ഡി തീറ്റയിൽ നിന്ന് ഹാഫ് ഒമേഗ ഐ സ്ക്വയർ ഡി എൽ ബൈ ഡി തീറ്റ കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? അതിൻ്റെ പകുതി, ഹാഫ് ഒമേഗ ഐ സ്ക്വയർ ഡി എൽ ബൈ ഡി തീറ്റ. സോ മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് കിട്ടിയാൽ ടോർക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞേ? പവർ ബൈ ഒമേഗ ആംഗുലർ സ്പീഡ്. സോ ഹാഫ് ഇൻറ്റു ഐ സ്ക്വയർ ഇൻറ്റു ഡി എൽ ബൈ ഡി തീറ്റയാണെന്ത്? ടോർക്ക് ഡെവലപ്ഡ് ഇൻ എ സ്വിച്ച്ഡ് റിലക്റ്റൻസ് മോട്ടോർ. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ടോർക്ക് വേഴ്സസ് ഐയുടെ പ്ലോട്ട് എങ്ങനെ ആയിരിക്കും. കണ്ടോ? ഐ സ്ക്വയർ, പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആണ്. അപ്പോൾ ഒരു പരാബോളിക് ആയിട്ടുള്ള പ്ലോട്ടായിരിക്കും. അത് എങ്ങനെയാണ്? ഐ സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ് ടോർക്ക്, അതുപോലെ പ്രൊപ്പോർഷണൽ ടു എൽ ആണ്, ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു തീറ്റയാണ്. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഡി എൽ ബൈ ഡി തീറ്റ വാല്യൂവിനനുസരിച്ച് പോസിറ്റീവ് ഓഫ് വാല്യൂ ഓഫ് ഡി എൽ ബൈ ഡി തീറ്റ എന്ന് പറയുന്നത് മോട്ടറിങ് ആക്ഷനും നെഗറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ജനറേറ്റിംഗ് ആക്ഷനുമാണ് തരുന്നത്. ഡി എൽ ബൈ ഡി തീറ്റ പോസിറ്റീവ് ആണെങ്കിൽ മോട്ടറിങ് ആക്ഷന്, ഡി എൽ ബൈ ഡി തീറ്റ നെഗറ്റീവ് ആണെങ്കിൽ ജനറേറ്റിംഗ് ആക്ഷനാണ്. ദെൻ ടോർക്ക് ഡിപ്പെൻഡ്സ് ഓൺ സ്ക്വയർ ഓഫ് ദ കറണ്ട് ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസ് ഐയോ മൈനസ് ഐയോ വന്നാലും ഐ സ്ക്വയർ പോസിറ്റീവാണ്. സോ ടോർക്ക് കറണ്ടിന് സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ്. ഫ്ലെക്സ് ലിങ്കേജ്, കറണ്ട് ആൻഡ് ടോർക്ക് വേവ് ഫോംസ് ആണ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ് പഠിക്കാനുള്ളത്.
ദെൻ തീറ്റ ഓൺ തീറ്റ ഓഫ് എന്നൊക്കെ സ്വിച്ച് സ്റ്റേറ്റർ ഫേസിന് സ്വിച്ച് ഓൺ ചെയ്യുന്നതിനനുസരിച്ച് വ്യത്യാസം വരും. ഇവിടെ തീറ്റ ഓൺ തീറ്റ ഓഫ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് SRMൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്തേക്കാണ്. ടോ വേഴ്സസ് തീറ്റ, അതായത് നമുക്ക് ടോർക്കിൻ്റെ ഇക്വേഷനാണ് കിട്ടിയത്. ടോർക്ക് വേഴ്സസ് തീറ്റ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഫൈ വേഴ്സസ് തീറ്റ, ഐ വേഴ്സസ് തീറ്റ, ദെൻ എൽ വേഴ്സസ് തീറ്റ വേരിയേഷൻസ് കാണിച്ചിട്ടുണ്ട്. തീറ്റ ഓൺ എന്ന് പറയുന്നത് സ്റ്റേറ്ററിന് സപ്ലൈ കൊടുക്കുമ്പോൾ ഉള്ളത്, തീറ്റ ഓഫ് എന്ന് പറയുന്നത് സ്റ്റേറ്ററിന് സപ്ലൈ ഇല്ല. ദെൻ SRM ക്യാൻ ബി ഓപ്പറേറ്റ് ഇൻ ലോ സ്പീഡ്, മീഡിയം സ്പീഡ് ആൻഡ് ഹൈ സ്പീഡ് മോഡ്സ്. അതുകൊണ്ടാണ് SRM ഇതിനെല്ലാം നമ്മുടെ പഴയ മോട്ടോഴ്സിനെല്ലാം റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടെ ലോ സ്പീഡ്, മീഡിയം സ്പീഡ് ആൻഡ് ഹൈ സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ ടോർക്ക് വേഴ്സസ് കറണ്ട് വെച്ചാൽ കറണ്ടിനനുസരിച്ച് I1, I2, I3 വേരിയേഷൻ അനുസരിച്ച് I1 ആണ് ഹൈ വാല്യൂ, സോ മാക്സിമം ടോർക്ക് കിട്ടും, കാരണം I2 പ്രപ്പോർഷനിലാണല്ലോ. ദെൻ ഇവിടെ വോൾട്ടേജിനനുസരിച്ച് V1, V2, V3, V1 ഹൈ ആവും, വോൾട്ടേജ് കുറയ്ക്കുന്നതിനനുസരിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കുറഞ്ഞു വരും. ദെൻ സ്പീഡ് വേഴ്സസ് ടൈം കർവ്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ പവർ കൺവേർട്ടർ സർക്യൂട്ട്സും കൂടെ ഉണ്ട്.